ഒരു 8ാം ക്ലാസ്സുകാരൻ ഫുഡ് വെക്കുന്ന ഹോംലി ഫുഡ്, എബിൻ ഹോംലി ഫുഡ് എന്നാണ് പേര്. പുള്ളി അവിടെ തീർന്നില്ലെങ്കിൽ എങ്ങനെയാലും തീർക്കാനായിട്ട് അവിടെ പോയി നിൽക്കും. കാണുമ്പോൾ ആൾക്കാർ മേടിക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോഴും അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ ഭക്ഷണം ഇത്ര മോശമുള്ളതാണ്, അതേപോലെ ആയത് നമുക്ക് വരരുതെന്നുള്ളത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. എന്റെ കാലില് വളഞ്ഞിരുന്ന് വെച്ചാണത്, ഇത് നിവർന്നതാണ്. ഇപ്പൊ നിവർന്നു കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കൂടുതൽ നേരം നിൽക്കുമ്പോഴത്തെ നീര് വരും കാലിൽ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അപ്പയോട് പറഞ്ഞാൽ വാമക്കൊരു ഇത് തുടങ്ങാന്ന് പറയാൻ കാരണം വെക്കേഷന് വീട്ടിലിരുന്ന് സമയം കാണാൻ കണ്ടുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി, വീട്ടുകാർക്ക് ഒരു സഹായവും ഞങ്ങളുടെ പഠിത്തത്തിനൊരു ഇതോ അങ്ങനെ തുടങ്ങിയതാണ്. എന്താ എഴുതുന്നേ? എന്ത് കണക്ക്? ഗൂഗിൾ പേന്റെ ആരൊക്കെ അയച്ചു എന്നുള്ളതാ? കണക്ക് പിള്ളയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ. കണക്കൊക്കെ നോക്കുന്നത് കാര്യം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വൈറലായ ഒരു ഫോട്ടോയുണ്ട്. ഒരു 8ാം ക്ലാസ്സുകാരൻ ഫുഡ് വെക്കുന്ന ഹോംലി ഫുഡ്, എബിൻ ഹോംലി ഫുഡ് എന്നാണ് പേര്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. ഈ കാണുന്നത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടാണ്. നിറച്ചും എന്താ പറയുക, മഴ പെയ്തിട്ട് ഭയങ്കര വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഇതാണ് ആള്, ഫോട്ടോയിലുള്ള ആളല്ലേ. ഹായ്. എബിൻ ഹോംലി ഫുഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എബിൻ ഹോംലി ഫുഡാണ്. പക്ഷെ എബിൻ എന്നുള്ളത് ആളുടെ ചേട്ടനാണ്. ആളുടെ പേര് എഡിസൺ. 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ഒരു ചേട്ടൻ, ഞാൻ അവിടെ നിന്ന് നിൽക്കണായിരുന്നു, രണ്ടുപേര് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാന്ന് പറഞ്ഞു. എന്നിട്ടാണിത്. അന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? അന്ന് ക്ലാസ് ഉണ്ടായില്ല. ക്ലാസ് ഇല്ലാത്തപ്പോ കൊച്ചു പോവാറുണ്ടോ? ആരാ ശരിക്കും ക്ലാസ് ഉള്ള ദിവസം പോകുന്ന ആരാ? അമ്മ അച്ഛൻ. അമ്മ അച്ഛൻ. അപ്പൊ ഇവിടെ അവരുടെ വീട്ടിലാണ്. അവർ രാവിലെ കുക്കിങ്ങിൽ തുടങ്ങിയേക്കുവാണ്. ഇവരുടെ ഇതിൽ 2 കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ വൈറലാകാൻ കാരണം. ഒന്നൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഫുഡ് വിൽക്കാൻ വന്നിരിക്കുന്നു. 2 അതിൽ നെയ്ച്ചോറ് ചിക്കൻ കറി 60 രൂപയ്ക്ക്. അതെങ്ങനെയാണ് ഇവർക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കുകയാണ്. ഇത് വീഡിയോ വൈറലായപ്പോൾ മോൻ്റെ ട്യൂഷൻ ഫീസ് കേരള ഹോട്ടൽ അല്ലേ, കേരള ഹോട്ടൽ ട്രിവാൻഡ്രത്തുള്ള മനോജേട്ടൻ ഫുൾ എമൗണ്ട് ട്യൂഷൻ ഫീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് സഹായിക്കാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്താണ് ഇവരുടെ കൃത്യമായിട്ടുള്ള അവസ്ഥ എന്നൊന്ന് നോക്കാം. ബാ ബാ. അമ്മയൊക്കെ എന്തെടുക്കുന്നു? ജോലിയിലാണോ? നമ്മൾ ഇവരുടെ കിച്ചണിലേക്ക് പോവാണ്. അപ്പം ഹെയർ നോക്കണം, കാരണം അവർ എത്രയോ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാ. അപ്പം അവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ. ഹായ്. ഇയാളുടെ പേരാണല്ലേ ആൽവിൻ? അബിൻ. അബിൻ. അബിൻ എത്രയിലാണ് പഠിക്കുന്നത്? +2. എത്ര നാളായി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇതിപ്പോ തുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ഇതാണ് ചേച്ചി. ചേച്ചിയുടെ പേരെങ്ങനെ? എലിസബത്ത്. ഓക്കെ. ഇപ്പം മോൻ്റെ ഫോട്ടോയാണ് വൈറലായത്. അപ്പം അത് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു 8ാം ക്ലാസ്സുകാരൻ അവനെന്തോ അവൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് അവൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട്. എന്താ ചേച്ചി ശരിക്കുള്ള സംഭവം? ശരിക്കുള്ള സംഭവം, ഞങ്ങള് വാടകയ്ക്കാണ് ഇവിടെ താമസിക്കണത്. പിന്നെ ഹസ്ബൻഡിന് പണി കുറവാണ്. ഒരു ദിവസം പണി ഉണ്ടെങ്കിൽ 2 ദിവസം പണി ഉണ്ടാവൂല. അങ്ങനെയാണ് ഇതിലോട്ട് ഞാനാണെങ്കിലും ജോലി നിർത്തിയിരിക്കണ സമയമായിരുന്നു. ഇപ്പൊ ജ്യൂസാണ് തുടങ്ങിയത്. ജ്യൂസ്, കുമ്മട്ടി ജ്യൂസും മിക്സ്ഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ മഴ കാരണം നെയ്ച്ചോറിലോട്ട് തുടങ്ങിയതാണ്. 3 മാസത്തോളം ഇപ്പൊ തുടങ്ങിയിട്ട്. ഇതാണ് ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ഏഞ്ചൽ. ഞങ്ങൾ നേരത്തെ ജ്യൂസിന്റെ പരിപാടി ഉണ്ടായിരുന്നു, പാലത്തിന്റെ അവിടെ തന്നെ ഞങ്ങൾ ജ്യൂസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിന് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ വർക്ക് കുറവായപ്പോഴത്തേക്കും, മഴ അടുക്കാറായപ്പോഴത്തേക്കും വർക്ക് കുറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പണിയും 2 ദിവസം പണിയും, അത് കഴിയുമ്പോൾ ഒരാഴ്ച പിറക്കാതിരിക്കണം. എനിക്കാണെങ്കിൽ വാടക ടൈമും ഇതെല്ലാം വന്നതും, പിന്നെ കൊച്ചുങ്ങൾക്കിടെ പഠിത്തവും, വൈഫിനാണെങ്കിൽ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്കും വീട്ടുകാരും എല്ലാം കൂടി നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ വൈഫാണ് പറഞ്ഞത്, പുള്ളിക്കാരത്തി സമൃദ്ധിയിലെ വർക്കിന് പോയിക്കൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫായിരുന്നു. അവിടുത്തെ ജോലി നിർത്തിയായിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാൽ നമുക്ക് ഫുഡിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയതാണ്. പിള്ളേരൊക്കെ പഠിക്കാൻ പോയ വെക്കേഷൻ ടൈമിനാണ് നോക്കിയത്. പിള്ളേരൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾ നിർത്തിയാണ്. ഇപ്രാവശ്യം അപ്പോൾ വർക്ക് ഇങ്ങനെ ചെയ്ത് കാരണം പുള്ളിക്കാരത്തി പറഞ്ഞ് നമുക്ക് ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈസൻസ് പുതുക്കി നമ്മൾ വീണ്ടും ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയതാണ്. അങ്ങനെയാണ് കൊച്ചവിടെ. നമുക്ക് ചില സമയത്ത് കസ്റ്റമർ കുറയുമ്പോഴത്തേക്കും കൊച്ചവിടെ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് വെക്കും. അപ്പൊ ആൾക്കാർ വന്ന് മേടിക്കും. അപ്പൊ 2 സ്ഥലത്താകുമ്പോഴത്തേക്കും പെട്ടെന്ന് സാധനം പോകും. വഴിയിൽ തന്നെയാണ് വഴിയിൽ തന്നെ. അപ്പം എവിടെയാണ്? ഒന്ന് പാലാരിവട്ടം വൈറ്റില എടപ്പള്ളി ഭാഗത്ത്, പിന്നെ എവിടെ ഒന്ന് അതിന്റെ അപ്പുറത്ത് തന്നെ ഏഷ്യന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നിൽക്കണ കൊച്ചു. ഒരു ദിവസം എത്ര പൊതിയാണ് ചേട്ടാ പോകുന്നത്? ഇപ്പം നെയ്ച്ചോറ് എന്താ പറയാ, ചിക്കൻ കറി 60 രൂപ. അപ്പൊ എത്ര പൊതിച്ചോറാണ് ഒരു ദിവസം പോകുന്നത്? നമുക്ക് ഒരു ദിവസം
50 അത്രയൊക്കെ പോകുള്ളൂ ഒരു ദിവസം. 50 പോകും, 50 അത് പോകും. ചിലപ്പോ 7 മണി 8 മണിയൊക്കെ കഴിയും. ചില ദിവസം നേരത്തെ കഴിയും, ചില ദിവസം രാത്രി വരെ? രാത്രി 9 വരെ ഒക്കെ നിന്ന് വിറ്റിട്ടുണ്ട് ഞങ്ങൾ. വിറ്റിട്ടുണ്ട്. നമ്മ ഉണ്ടാക്കണ ഇതാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ആ ഹാ ഹാ. നമ്മ എല്ലാവരും ഒന്ന് പറയും. അല്ലെ 60 രൂപയ്ക്ക് അത് എങ്ങനെയാണ് മുതലാവുന്നത്? മുതലാവൂല, അതാണ് എന്നാലും അതിനകത്ത് ആളുകൾ ചോദിക്കുന്നത്. എന്നാലും നമുക്കൊരു തൊഴിലും കൂടിയാണുള്ളത്. ഇപ്പൊ എന്റെ മക്കളാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഇങ്ങനെ മൂത്താളുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ മൊബൈലില് ഇതായിരുന്നു. ഇപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞപ്പോ കൊച്ചു പറഞ്ഞു അന്ന് എനിക്കൊരു ഇതിട്ട് തട്ടിട്ട് അപ്പൊ ജ്യൂസിന്റെ പരിപാടി. അപ്പൊ ഇളയ ആളും പറഞ്ഞ്, ഇപ്പൊ വൈറലായ പുള്ളിയും പറഞ്ഞ് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇട്ടാ ഞങ്ങൾ അവിടെ പോയി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അത് തുടങ്ങിയതാണ്, ജ്യൂസിന്റെ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ചേട്ടാ ഈ ചോറിന് എന്തൊക്കെയാ നിങ്ങൾ കറികൾ കൊടുക്കും? ചോറിന് ഒരു തോരൻ ഉണ്ടാവും, ഒരു ഒലത്ത അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി എന്തെങ്കിലും ഉണ്ടാവും, പിന്നെ മീൻകറി ഉണ്ടാവും, അച്ചാറ്, അതെത്ര രൂപയ്ക്കാ? അതും 60 രൂപ തന്നെ. അതും 60 രൂപയ്ക്ക്, രണ്ടും 60 രൂപ. 60 രൂപ തന്നെ. അപ്പം ഒരു ദിവസം ചോറും എത്ര എണ്ണം പോകാറുണ്ട്? ചോറ് ഒരു 14 അല്ലെങ്കിൽ 12 ഒക്കെ ഉണ്ടാവും. ഓക്കെ. ഇതുവരെ ആരും ഇങ്ങനെ മറ്റേ ഇത് ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഓഫീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലോട്ടൊന്നും പിടിച്ചു ചോദിച്ചിട്ടില്ലല്ലേ? അങ്ങനെയൊന്നും എടുക്കാനുള്ള ഇതായിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഞങ്ങൾ 1 മണി കഴിയുമ്പോഴാണ് ചെല്ലണത്. ഇത് ഫുഡ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കുള്ള സ്പേസിൽ ഉള്ള സ്പേസെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മക്കളില്ലാത്ത ദിവസം എന്ത് ചെയ്യും? കാരണം മക്കളില്ലാത്ത സമയത്ത് എന്നാലും രാവിലെ മൂത്താള് സഹായിച്ചു തരും, പിന്നെ ഇളയാളാണെങ്കിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ പുള്ളിയും പൊളിച്ചു തരും, രാത്രിയൊക്കെ ഇരുന്ന് ചെയ്ത് തരും, ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ബാക്കി വൈഫ് ചെയ്തോളും, എല്ലാം അടുപ്പിച്ചു കൊടുത്താണെങ്കിൽ പുള്ളിക്കാരി. ഇതാണ് ബിസിനസ് ഐഡിയക്ക് പിന്നിലെ തല അല്ലെ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പയോട് പറഞ്ഞാൽ വാ നമുക്കൊരു ഇത് തുടങ്ങാന്ന് പറയാൻ കാരണം വെക്കേഷന് വീട്ടിലിരുന്ന് സമയം കാണാൻ കിട്ടുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി. വീട്ടുകാർക്ക് ഒരു സഹായവും ഞങ്ങളുടെ പഠിത്തത്തിനൊരു ഇതോ അങ്ങനെ തുടങ്ങിയതാണത് ജ്യൂസിന്റെ കച്ചവടം. അതിനിപ്പോ മഴ തുടങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞ് മഴ വന്ന പണിയാവൂലെന്ന് പറഞ്ഞപ്പോ നെയ്ച്ചോറിന്റെ എല്ലോട്ട് പൈസ ആട്ടെ അങ്ങനെ തുടങ്ങിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് പഠിക്കാനുള്ള സാധ്യത അതിൽ നിന്ന് കിട്ടാറുണ്ടോ? ഇപ്പൊ ഇതാണോ മെയിൻ ആയിട്ട് വിൽക്കണത്? ഇപ്പൊ നെയ്ച്ചോറ് തുടങ്ങാം. ഇപ്പൊ വെയിൽ വന്നാലും ഞങ്ങൾക്ക് ജ്യൂസിന്റെ ഐറ്റംസ് തുടങ്ങാൻ വെയിൽ വന്നാലും നിങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയാൽ നിങ്ങൾ ഇതിലും നല്ല അടിപൊളിയാക്കും, സെറ്റപ്പ് ആക്കും, അത്രേ ഉള്ളൂ. അപ്പം പഠിക്കാൻ പോകണ്ടേ അന്നേരം? അപ്പം പഠിത്തത്തോടൊപ്പം തന്നെ ശനി ഞായർ നിക്കത്തുള്ളൂ, അവധിയുള്ള ദിവസം. ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണോ ഇഷ്ടം, വിൽക്കാനാണോ ഇഷ്ടം? വിൽക്കാനാണോ? അതിനെ വിൽക്കാൻ ഇത്ര ഇഷ്ടം? വെറുതെ കൈ കാശ് കിട്ടുന്നോണ്ടാണോ? പുള്ളി അവിടെ തീർന്നില്ലെങ്കിൽ എങ്ങനെയാലും തീർക്കാനായിട്ട് അവിടെ പോയി നിക്കും, കാണുമ്പോ ആൾക്കാർ മേടിക്കും. അല്ല അത് ഫോട്ടോയില് ഭയങ്കര നമുക്ക് എന്താ ഒരു കൊച്ചു വിൽക്കുമ്പോ ഉള്ളൊരു ഒരു ഇതിനുണ്ടല്ലോ, വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ നിക്കുമ്പോ നാണക്കേട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാനേ പാടില്ല. തോന്നിയിട്ടില്ലെന്നുള്ളത് തന്നെ അടിപൊളി കാര്യമാണ്. അത് നമ്മുടെ തൊഴിലാണ്, അത് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. വെളി രാജ്യങ്ങളിലൊക്കെ പഠിച്ചിട്ട് വിദ്യാർത്ഥികൾ പണിയെടുക്കുന്നുണ്ട്, അവിടെ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മോന് 13 വയസ്സ് അല്ലേ? 13 വയസ്സിൽ ബാലവേലയാണ് എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കൊണ്ടുപോകുന്നു, വിൽക്കുന്നു അല്ലേ? എന്നിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ആൾക്കാര് താങ്ക് യു പറയുമ്പോ എന്ത് തോന്നും? ആൾക്കൊന്നും പറയാനൊന്നും അറിയില്ലല്ലേ? ചെറിയൊരു പേടി ഉണ്ടാവും. എന്തിനാ പേടിക്കുന്നത്? അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല, ചെറിയൊരു പേടി ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ രാവിലെ ഏറ്റിട്ട് എപ്പോ എണീറ്റിട്ടാണ് ഈ റൊട്ടീൻ അല്ല? ഇപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നുണ്ട്. അപ്പൊ പഠിക്കാനുള്ള സമയമൊക്കെ അത് ചിലപ്പോ രാത്രി പഠിക്കും, പിന്നെ അവധി ദിവസങ്ങളിൽ ചില ടൈമിൽ ഞാൻ പോകില്ല, അപ്പൊ ഇന്ന് പഠിക്കും. അവധി ദിവസങ്ങളിൽ നിങ്ങൾ രണ്ടുപേരാണോ വിൽക്കാൻ പോകുന്നത്? അല്ല, അമ്മയും അനിയനും കൂടെ പോകത്തുള്ളൂ. ഓക്കെ. എത്ര മണിക്കൂർ വെയിലത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്? ഈ കഴിഞ്ഞിടെല്ലാം ഭയങ്കര തീരണ വരെ നിൽക്കണല്ലേ? കുറെ നേരം ഇരിക്കാൻ പോലുള്ള സ്ഥലമില്ലെന്ന് തോന്നല്ലേ? നിങ്ങൾ നിന്ന് തന്നെയാണ്. ഞാനത് ഒരിക്കൽ കണ്ടിരുന്നു. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് പോകും. അപ്പം നടക്കട്ടെ കാര്യങ്ങള്. ചേട്ടന്റെ കാലിന് എന്ത്? അത് ജന്മനുള്ളതാ, ചെറുപ്പം മുതലേ. ഓക്കെ. നിങ്ങളിത് ഈ ജ്യൂസ് കടയ്ക്ക് മുന്നേ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ജോലി? ഞാൻ സമൃദ്ധിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന 1 വർഷത്തോളം. അതിനുമ്പ് ഇവിടെയല്ല, സെഞ്ചുറി ക്ലബിന്റെ അടുത്തായിരുന്നു. ഇങ്ങോട്ടേക്ക് വാടകയ്ക്ക് വന്നേ? അവര് പൊളിച്ചു കളയാമെന്ന് പറഞ്ഞ ബിൽഡിങ്, അത് കാരണം ഇങ്ങോട്ട് മാറിയതാണ്. ഇപ്പം സ്കൂളിലൊക്കെ അറിയാവോ ഇയാള് ഇങ്ങനെ നടത്തുന്നുണ്ടെന്നുള്ളത്? ടീച്ചേഴ്സിനൊക്കെ അറിയാം, പിള്ളേർക്ക് 1-2 ഫ്രണ്ട്സിനെ അറിയാം. അനിയന്റെ ഫ്രണ്ട്സിനോ? അതിന്റെ ഫ്രണ്ട്സ് ഒരാശം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു സ്കൂളില്. ആണോ?
ഇങ്ങനെ അവൻ അവിടെ പോയി നിന്ന് വിൽക്കണ കാര്യമാണ് അല്ലാതെ- പറഞ്ഞോണ്ടിരിക്കണേന്ന് പറയണത്. ഇപ്പോഴല്ല, ഈ വീഡിയോ അല്ല, ഈ ഫോട്ടോ വൈറലാകുന്നതിന് മുന്നേ അതിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. അവർക്ക് അറിയാവുന്നതാണ്, അവര് കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് എന്നാ പറഞ്ഞേക്കുന്നേ എഡിസൺ? എന്താ പറഞ്ഞേക്കുന്നേ? നന്നായിട്ട് ഇങ്ങോട്ട് വാ. എഡിസൺ രാവിലെ കണക്കെഴുതുന്ന തിരക്കിലാണല്ലേ? കണക്കെഴുതുവാണല്ലേ? എന്താ എഴുതുന്നേ? എന്ത് കണക്ക്? ഗൂഗിൾ പേന്റെ ആരൊക്കെ അയച്ചു എന്നുള്ളതാ? ഇന്നലത്തെ കണക്കാണോ? ഇന്നലത്തെ കണക്കിൽ ഇന്ന് ടാലി ചെയ്യണം അല്ലേ? കണക്ക് പിള്ളയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ. പുള്ളിക്കാരനാണ് കച്ചവടം കഴിഞ്ഞു വന്ന കണക്കൊക്കെ നോക്കുന്നത്. കാര്യം വലിയ ആളാണല്ലേ? കണക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഈ 60 രൂപയ്ക്ക് നഷ്ടമാണോ ലാഭമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, ഇത്തിരിയൊക്കെ ലാഭം വരും. ലാഭം വരും. പക്ഷേ ഇത് നമ്മൾ ഈ 60 രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഒരു അത്ഭുതം പോലെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് 60-ന്? ഇപ്പോൾ ക്വാണ്ടിറ്റി ആണോ? ചേട്ടനോട് എനിക്കത് ചോദിക്കാനുള്ളത്. ക്വാണ്ടിറ്റി ആണോ നിങ്ങൾ കുറയ്ക്കുന്നത്, ക്വാളിറ്റി ആണോ നിങ്ങൾ കുറയ്ക്കുന്നത്? 60 ഒന്നും കുറക്കൂല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ മാക്സിമം നമ്മൾ ചെയ്യണ്ടേ. അല്ല ഏട്ടാ, നല്ലതാണ്. നമ്മൾക്ക് നല്ല ഭക്ഷണം. ഞാൻ കൂലിപ്പണിക്കാരനാണ്. അപ്പൊ ഞാനും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോഴും അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ചേട്ടാ ഭക്ഷണം ഇത്ര മോശമുള്ളതാണ്. ഇത് നമുക്ക് വരരുതെന്നുള്ളത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണ്ട്. നമ്മ ഒന്നിലും കുറവ് വരുത്താറില്ല. മാക്സിമം എന്തൊക്കെ ചെയ്ത് ഞാൻ കസ്റ്റമറിനൊന്നും പറയണ്ട, ആള് കൂടുന്നതനുസരിച്ച് ഞങ്ങൾ അത് മെച്ചപ്പെടുത്താൻ നോക്കും. അല്ലാണ്ട് കുറച്ചിട്ട് നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടാതൊന്നുമില്ല. ചേട്ടനും ചേച്ചിയുടെ ഒരു ആഗ്രഹം ഇതുപോലെ നല്ലൊരു ഹോട്ടലോ അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് കിട്ടിയാൽ നിങ്ങളത് ഭയങ്കരമായിട്ടും ഡെവലപ്പ് ആക്കുമോ? ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ അനിയനാണെങ്കിലും ഫുഡിന്റെ ഇതൊക്കെ ചെയ്യണതാണ്. അപ്പൊ അനിയനെ ആരെങ്കിലും കൂട്ടി ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തികത്തിൽ നമുക്കത് കഷ്ടപ്പാടാണ്. അതിനിടയ്ക്ക് അവരും കൂടി ബുദ്ധിമുട്ടണേ. പിള്ളേരും കൂടി കിട്ടുന്ന സമയത്ത് ഒരു ഇത്തിരി സമയം കിട്ടിയാൽ പോലെ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രാത്രി ആണെങ്കിലും ട്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും വന്നിലും, മോനാണെങ്കിലും സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ വന്ന്. അപ്പൊ എനിക്ക് മാർക്കറ്റിലും പോകാൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനുണ്ടാവും. അപ്പൊ ഓരോരോ സ്ഥലത്തു നിന്നാണ് മേടിക്കണം. അപ്പൊ കൊച്ചുങ്ങൾ പറയും പൊയ്ക്കോ ഞങ്ങൾ മൂലധനം എത്രയായിരുന്നു ചേട്ടാ? അതായത് നമ്മളിത് തുടങ്ങണമെങ്കിൽ നമുക്കൊരു 10 രൂപ കാശ് നമ്മുടെ കയ്യിൽ വേണമായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ ഒരു മേസറുണ്ട്, ബെന്നി എന്ന് പറയും. ആ പുള്ളി ഞങ്ങക്ക് വർക്കില്ലാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അന്ന് ക്രിസ്മസ് അങ്ങനെ എന്താണ്ട് വരുന്നു. ആ ടൈമിന് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒന്ന് ഇവിടം വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല പണി വന്നിട്ടായിരിക്കും വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് പണിയൊന്നും ആയിട്ടില്ലടോ, പെരുന്നാളൊക്കെ അല്ലേ, പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടല്ലെന്ന് വെച്ചാൽ പുള്ളി ഒരു 1000 രൂപ വന്നു. ആ 1000 രൂപ വന്നിട്ട് തിരിച്ചു വന്ന വഴിക്ക് അപ്പോൾ കൊച്ചുങ്ങൾ അതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഈ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ പുള്ളി 1000 രൂപ വന്നപ്പോൾ ബക്കറ്റ് മേടിച്ച് അങ്ങനെ ചക്കരപ്പാമ്പിലൊരു പയ്യൻ്റെ കടയുണ്ട്, അവിടെ ചെന്നിട്ട് ചോദിച്ചു കുമ്മട്ടി തരാൻ പറ്റുമോ ചോദിച്ചു. പുള്ളി എനിക്ക് വില കുറച്ച് തന്നു, 20 രൂപ വെച്ച് തരാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ പരിപാടി അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഫുഡിൻ്റെ പരിപാടി ചെയ്ത് അപ്പോൾ ഇവർക്ക് സ്കൂൾ വന്നപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഈ പ്രാവശ്യം പിന്നെ ചെയ്യാണ്ടൊരു നിവൃത്തിയില്ല. എന്റെ കാലില് വളഞ്ഞിരുന്ന് വെച്ചാണത്. ഇത് നിവർന്നതാണ്. ഇപ്പൊ നിവർന്നു കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കൂടുതൽ നേരം നിൽക്കുമ്പോഴത്തേക്കും നീര് വരും കാലിന്. അപ്പൊ അതുമല്ല ഈ ഒരു സൈഡിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുമല്ല ഈ കഴിഞ്ഞൊക്കെ രണ്ടു ദിവസം പണിക്ക് പോയപ്പോഴും ലോ പ്രഷറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ 2 പ്രാവശ്യം തല കളിച്ചിങ്ങിട്ട് വീണ്. ഞങ്ങൾ ഇപ്പൊ ഇത് എന്തൊക്കെ ചെയ്താലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത് വെണ്ണല സ്കൂളിന്റെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരാണ്. ഞങ്ങൾക്കൊരു ഇക്കായുണ്ട്, നാസർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചത്. അതുപോലെ വൈകുന്നേരം ആണെങ്കിലും വൈഫും പിള്ളേരൊക്കെ ആണെങ്കിലും കൊണ്ട് വെച്ചിട്ട് എല്ലാം റെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പുള്ളി പോകുള്ളൂ. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കൂട്ടം കൂടിയിട്ട് ഇമ്പത്തേക്കാൾ ഉപരി ഇവരുടെ വരുമാനം, ഈ മക്കൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന സപ്പോർട്ട്, ഈ പ്രായത്തിൽ ഇവർക്ക് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് എന്തൊക്കെ തൊഴിലെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അത് കട്ടയ്ക്ക് നിന്ന് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന 2 പിള്ളേരുണ്ടല്ലോ, അസാധ്യമാണ്. ചെയ്യുന്ന തൊഴിലിൻ്റെ മഹാത്മ്യം അറിയാവുന്ന 2 പേരാണ് കണക്കപ്പിള്ളയായ എഡിസൺ അല്ലേ? കൺഗ്രാലേഷൻ. അബിൻ +2കാരനായ അബിൻ. ചേട്ടാ നല്ല 2 മക്കളില്ലേ, നിങ്ങൾ പൊളിക്കും. ഓക്കെ, ചേച്ചിയോടും. നിങ്ങൾ എന്തായാലും ഇന്നത്തെ വർക്ക് അവർ ഭയങ്കര ബിസിയിൽ നടക്കുവാണ്. അവരെ കാത്ത് കുറേ ആളുകൾ ഇപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടോ? സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഇവർക്ക് സഹായം എന്നുള്ള രീതിയിൽ ഇവർക്കൊന്നും വേണ്ട. ശരിക്കും ഇവരെ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നല്ലൊരു സെറ്റപ്പ് ഇട്ട് കൊടുത്താൽ അവർ പണിയെടുത്ത് ജീവിച്ചോളൂ. അല്ലേ ഏട്ടാ? ഓൾ ദി ബെസ്റ്റ്.